നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാരമൽ പുഡിംഗ് ആണ്. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 30 ഗ്രാം പഞ്ചസാര ഇട്ട് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ തിളപ്പിക്കുക. ഇതുപോലെ കളർ ചേഞ്ചായി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ബ്രൗൺ നിറമായാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഈ നിറമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് പാനിൽ തന്നെ വെച്ചിരിക്കുക. പാനിലെ ചെറിയ ചൂടിൽ ഈ നിറമെത്തുമ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്റ്റീം ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ ഒരു അടപ്പുള്ള പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. കാരമലൈസ് ചെയ്ത ഷുഗർ ഇതുപോലെ എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഫുള്ളും ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. 2 മുട്ട ഇതുപോലെ കലക്കി വയ്ക്കുക. ഇനി 500 ml പാലിലേക്ക് 10 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. അധികം ഫാറ്റ് അല്ലാത്ത പാലായതുകൊണ്ടാണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 200 ml പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഏകദേശം 4-5 സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി അടുപ്പിൽ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചൂടാക്കിയ പാല് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസും ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് ഈ പാല് അരിച്ചൊഴിച്ചു കൊടുക്കുക. മുട്ടയുടെ വെള്ള കലങ്ങാതെ കിടക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇത് ഇഡലി തട്ടിലോ സ്റ്റീമറിലോ സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് നല്ലതുപോലെ അടച്ച് വേണം സ്റ്റീം ചെയ്യാൻ വയ്ക്കാൻ. തീ കുറച്ച് 20 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വയ്ക്കുക. ഇടയ്ക്ക് അടപ്പ് ഒന്ന് തുറന്ന് നോക്കുക. പുഡിങ്ങിലേക്ക് ആവിയുടെ വെള്ളം വീഴാതെ നോക്കണം. 20 മിനിറ്റ് ആകുമ്പോൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പുഡിംഗ് വെന്തു. ഇത് എടുത്ത് വെളിയിൽ വെച്ച് ഒന്ന് തണുക്കുമ്പോൾ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് തിരിച്ചിടുക. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കാരമൽ പുഡിംഗ് തയ്യാറാക്കാം. നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും.